കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവശാസ്ത്ര പഠനത്തിനായി കടന്നു വന്ന എല്ലാ വേദ വിദ്യാർത്ഥികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നാം ഇതുവരെ ചിന്തിച്ച മെയിൻ പോയിന്റുകൾ പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കയറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മള് തിയോളജിയുടെ മുഖവരെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നതാണ് തിയോളജി. തിയോ പ്ലസ് ലോഗോസ്. തിയോ എന്ന് പറഞ്ഞാൽ ഗോഡ് അഥവാ ദൈവം, ലോഗോസ് അല്ലെങ്കിൽ വചനം, സ്തോത്രം. ദൈവം, വചനം, ശാസ്ത്രം, ഓളജി, ഇത് 3ഉം ചേർന്നാണ് തിയോളജി ഫോം ചെയ്തിരിക്കുന്നത്. ദൈവവചന പഠനശാസ്ത്രത്തിന് 5 ഡിവിഷൻസ് ഉണ്ട്. 1 പ്രകൃതി ദൈവശാസ്ത്രം, അതിന് നാച്ചുറൽ തിയോളജി എന്ന് പറയും. 2 വ്യാഖ്യാന ദൈവശാസ്ത്രം, എക്സിജറ്റിക്കൽ തിയോളജി. 3 ചാരിത്രിക ദൈവശാസ്ത്രം, ഹിസ്റ്റോറിക്കൽ തിയോളജി. 4 വ്യവസ്ഥാപിത ദൈവശാസ്ത്രം, സിസ്റ്റമാറ്റിക് തിയോളജി. 5 പ്രായോഗിക ദൈവശാസ്ത്രം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തിയോളജി. ഇത് നമ്മള് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാനിടയായി. പിന്നെ നമ്മൾ ചിന്തിച്ചത് തിയോളജിയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് തിയോളജി. അതിനകത്ത് 7 കാര്യം നമ്മൾ ചിന്തിച്ചു. ദൈവം, ഭക്തി, വെളിപ്പാട്, യേശു ക്രിസ്തു, ദൈവശാസ്യത, പരിശുദ്ധാത്മാവ്, സഭ. ഇങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ലാസ്റ്റ് ക്ലാസ് നമ്മൾ തുടങ്ങി വെച്ചത് ദൈവശാസ്ത്രത്തിനകത്ത് 14 ഉപവിഭാഗങ്ങളുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൂടെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന മെയിൻ സബ്ജക്റ്റ് എക്ലീഷിയോളജിയിലേക്കും എസ്കറ്റോളജിയിലേക്കും വരുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അന്നേരം ഏതാണ്ട് 14 ഉപവിഭാഗങ്ങൾ ദൈവശാസ്ത്രത്തിനുണ്ട്. അത് നമ്മൾ ചിന്തിച്ചു. ഇൻട്രൊഡക്ഷൻ ടു തിയോളജി, ദൈവശാസ്ത്രത്തിന് ആമുഖം. ഉൽപ്പത്തി മുതൽ ദൈവശാസ്ത്ര ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും. ദൈവശാസ്ത്രത്തിന്റെ വളർച്ച, ശ്രേഷ്ഠത, ഇവ മുഖവരയിൽ നമുക്ക് പഠിക്കുവാൻ കഴിയണം. രണ്ടാമത്തേത് വേദപുസ്തക ശാസ്ത്രം അല്ലെങ്കിൽ ബിബ്ലിയോളജി. ബിബ്ലിയോളജിയിൽ നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 1 ബൈബിളിന്റെ ഉത്ഭവം, 2 അതിന്റെ ഉടമസ്ഥാവകാശം, 3 ദൈവശാസ്യത, 4 അതിന്റെ എഴുത്തുകാരൻ, 5 ഭാഷാരീതി, 6 ചരിത്രം, 7 ആധികാരികത, 8 മൂലപ്രതികൾ അല്ലെങ്കിൽ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സ്, 9 ഭാഷാന്തരങ്ങൾ, 10 പഠന രീതി. എനിക്ക് തോന്നുന്നു ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിർത്തിയത്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ അതെ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് 3ാമത്തെ വിഷയമാണ് ദൈവശാസ്ത്രം, പ്രോപ്പർ തിയോളജി. അതിനകത്ത് ഈ പ്രോപ്പർ തിയോളജിക്കകത്ത് ഏതാണ്ട് 8 കൂട്ടം കാര്യങ്ങളുണ്ട്. 1 ചരിത്രപരമായ വിശ്വാസങ്ങൾ, ട്രഡീഷണൽ ബിലീഫ്സ്. 2
ബൈബിളിൽ കാണുന്ന ദൈവിക വെളിപ്പാടുകൾ. ബൈബിൾ എന്ന് പറയുന്നത് ഒത്തിരി വെളിപ്പാടുകളുണ്ട്. ദൈവിക വെളിപ്പാടുകളുടെ കലവറയാണ് വിശുദ്ധ വേദപുസ്തകം. അടുത്തത് ദൈവാസ്തിത്വം തെളിയിക്കുന്നതിനുള്ള വാദമുഖങ്ങൾ. ദൈവശാസ്ത്രത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന വാദമുഖങ്ങൾ. ഇത് പ്രോപ്പർ തിയോളജിക്കകത്ത് പഠിക്കണം. പിന്നെ പഠിക്കാനുള്ളത് ദൈവത്തിന്റെ പേരുകളാണ്. The names of God. ദൈവത്തിന്റെ പേരുകൾ. തിരുവചനത്തിൽ 100 കണക്കിന് ദൈവത്തിന് പേരുകളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 3-4 പേര് പറയാമോ? യഹോവ, പിന്നെ യാഗ്, അത് തന്നെയാണ് യഹോവ. പിന്നെ ക്രിസ്തു, പിന്നെ അത്യുന്നതൻ, സൗഖ്യദായകൻ, ഉന്നതങ്ങളിൽ വസിക്കുന്നവൻ. ഇങ്ങനെ പറയാൻ പോയാൽ ശാശ്വതവാസി, ധാരാളം പേരുകളുണ്ട് അല്ലേ? ആലോചനയിൽ വരുവൻ, പ്രവർത്തിശക്തൻ. ഓക്കെ. അടുത്തത് ഈ പ്രോപ്പർ തിയോളജിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ, വർക്ക്സ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർ തിയോളജിക്കകത്താണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. വൺനെസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഏകത്വം, ദൈവിക തൃത്വം, ട്രിനിറ്റി, ദൈവവും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം. ഇതൊക്കെ പ്രോപ്പർ തിയോളജിക്കകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി 4ാമത്തെ ഉപവിഭാഗം ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തുശാസ്ത്രം. എ പേഴ്സണാലിറ്റി ആൻഡ് വർക്ക്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പ്രവൃത്തിയും വ്യക്തിത്വവും. അടുത്തത് എറ്റേണൽ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ നിത്യമായ ആസ്തിത്വം. 1-2 വാക്യങ്ങൾ വായിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 48-ാം വാക്യം. യോഹന്നാൻ 8:48. ക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ് ബാക്കി കേട്ടില്ല സാർ. നിത്യമായ ക്രിസ്തുവിന്റെ നിത്യ ആസ്തിത്വം. ഇംഗ്ലീഷ് എക്സ്റ്റേണൽ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് നിത്യനാണെന്നുള്ളതാണ് എന്റെ വിഷയം. കർത്താവിന് ആരംഭവും അവസാനമില്ല. അതാണ്. നേരം യോഹന്നാൻ 8:48 ഒന്ന് വായിക്കാമോ? യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. എബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള ആ വാക്യം കണ്ടോ? യോഹന്നാൻ 8.
യോഹന്നാൻ 58. 57. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. അന്നേരം യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇവൻ അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ എന്നുള്ള ചിന്തയാണ്. യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അന്നേരം യേശു പറയാണ്, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. എബ്രഹാം ഉണ്ടായിരുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നവനാണ്. അന്നേരം കർത്താവിന്റെ ആ നിത്യത്വം ഒന്ന് ഓർത്തു നോക്കിക്കേ. അതുപോലെ എബ്രായ ലേഖനം 7:25 വായിക്കാം. എബ്രായ ലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ. ആ പദം കണ്ടോ? സദാ ജീവിക്കുന്നവനാകയാൽ. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. നിത്യത മുതൽ നിത്യത വരെ. ഹി ലിവ്സ് ഓൾവേസ്. നോക്കണേ, ഹി ഓൾവേസ് ലിവ്സ്. അവൻ സദാ ജീവിക്കുന്നവനാണ്. മരണമില്ലാത്തവൻ. വെളിപ്പാട് പുസ്തകം 1:18 യേശു യോഹന്നാന് വെളിപ്പെട്ടിട്ട് പറയുകയാണ്, ഐ ആം എലൈവ് ഫോർ എവർമോർ. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അന്നേരം കർത്താവ് നിത്യനാണ് എന്നുള്ളത് നമ്മളെ ക്രിസ്റ്റോളജിയിൽ പഠിക്കാനുണ്ട്. തീരുന്നില്ല. കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചും മരണത്തെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ പേരുകൾ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ, ഇതൊക്കെ ഒത്തിരി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ജീസസ് ലിവ്ഡ് വിത്തൗട്ട് സിൻ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു, അല്ലേ? അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എബ്രായ ലേഖനം 4:15 വായിക്കാം. എബ്രായ ലേഖനം 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. പഠിക്കണം, അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. പാപമൊഴികെ. He was just like us without sin. നമ്മെ പോലെ ആയിരുന്നു യേശു. ഒരു കണ്ടീഷൻ, വിത്തൗട്ട് സിൻ. പാപം കൂടാതെ. 2 Corinthians chapter 5:21 വായിച്ച്. 2 Corinthians 5:21. നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവന്, അങ്ങനല്ലേ അവിടെ? അതെ അതെ. ഒന്നുകൂടെ വായിച്ച വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ അത് വലിയ വിഷയമാണത്. കാരണം ഇന്നത്തെ തിയോളജി എന്നൊക്കെ പറയുന്നത് വല്ലാത്ത തിയോളജികളാണ്. യേശുവിന് പാപം ചെയ്യാമായിരുന്നു, പക്ഷെ യേശു ചെയ്തില്ല. ഇങ്ങനൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ പഠിക്കണം. പാപം ഒഴികെ നമുക്ക് തുല്യനായി തീർന്നു, നമ്പർ 1. 2,
2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവൻ, ഹി ന്യൂ നോട്ട് സിൻ, അവൻ പാപം അറിയാത്തവൻ, പാപം അറിഞ്ഞിട്ടേ ഇല്ല. നീ അവിടെ തീരുന്നില്ല. 1 പീറ്റർ 1 പത്രോസ് 2:22 വായിച്ച്. 1 പത്രോസ് 2:22. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഹി ഡിഡ് നോട്ട് കമ്മിറ്റ് സിൻ, നോ ഡിസീറ്റ് വാസ് ഫൗണ്ട് ഇൻ ഹിസ് മൗത്ത്. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഇല്ല. ഇത്ര ആധികാരികമായിട്ടുള്ള വാക്യങ്ങളാ യേശുവിനെ കുറിച്ച്. തുടർന്ന് നമ്മൾ അതിനോട് ചേർന്ന് പഠിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. മഹത്തായ ശുശ്രൂഷകൾ, യേശുവിന്റെ മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇതെല്ലാം ക്രിസ്തു ശാസ്ത്രത്തിൽ പഠിക്കാനുള്ളതാണ്. പിന്നെ ഔദ്യോഗിക നിലകൾ, ജീസസ് ഓഫീസ്, യേശുവിന്റെ ഔദ്യോഗിക നിലകൾ നമ്മൾ പഠിക്കണം. യേശു ആരായിരുന്നു? യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗിക നിലകൾ അറിയാവുന്ന എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിന്റെ ഓഫീസ് അറിയാവുന്ന എത്ര പേരുണ്ട്? മഹാപുരോഹിതൻ. അതാരാ പറഞ്ഞേ? സൂര്യൻ. 1, യേശു ക്രിസ്തു അവൻ മഹാപുരോഹിതനാണ്. അടുത്തത് പ്രവാചകൻ. അവൻ പ്രവാചകൻ. രാജാവ്. ഒന്നുകൂടെ. രാജാതിരാജാവ്. അവൻ രാജാതിരാജാവ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം നമ്മുടെ കർത്താവ് ആരാണ്? ഹി ഈസ് ദ പ്രോഫറ്റ്. അവൻ പ്രവാചകനാണ്. പ്രവാചകന്റെ ജോലി എന്നാ? ദൈവത്തിൽ നിന്ന് ആലോചന വാങ്ങി ജനത്തിന് കൊടുക്കുന്നവനാ പ്രവാചകൻ. അങ്ങനാണെങ്കിൽ നമ്മുടെ ക്ലാസിന്റെ നടുവിൽ നമുക്ക് ആലോചന തരുന്ന, നമുക്ക് വഴി പറഞ്ഞു തരുന്ന ഒരു നല്ല പ്രവാചകൻ നമുക്കുണ്ട്. ഒരു നല്ല രാമൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രവാചകനുണ്ട്. ഇന്നത്തെ പ്രവചനം പോലൊന്നുമല്ല. കാലാവസ്ഥ പ്രവാചകന്മാർ പറയുന്ന പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, കോൺഗ്രസ് ജയിക്കാനും തോക്കാനും സാധ്യതയുണ്ട്. ഇതൊന്നും ഇങ്ങനെ വ്യക്തതയില്ലാത്ത ആലോചന തരുന്നതുമല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. അവൻ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാനുമാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം നമുക്ക് സന്തോഷിപ്പാൻ ഒത്തിരി വകയുണ്ട്. യേശു ക്രിസ്തു നമുക്ക് ആലോചന തരുന്ന വലിയ പ്രവാചകനാണ്. രണ്ടാമത്, യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗിക നിലകൾ. രണ്ടാമത്തേത്, ഹി ഈസ് എ ഹൈ പ്രീസ്റ്റ്. അവൻ മഹാപുരോഹിതനാണ്. പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പുരോഹിതന്റെ ഡ്യൂട്ടി മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവനാണ്. പുരോഹിതൻ എന്താ ചെയ്യുന്നത്? ഇന്റർസീഡ് ചെയ്യുകയാണ്, മധ്യസ്ഥത ചെയ്യുകയാണ്. നമ്മളിവിടെ പഠിക്കുമ്പോൾ പ്രിയ സുമസിസ്റ്റർക്ക് വേണ്ടി ദൈവം മധ്യസ്ഥ ചെയ്യുന്നുണ്ട്, ജോൺസൺ ബ്രദറിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ വൈതലിന് വേണ്ടിയും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. എത്ര പ്രതിസന്ധികൾ വന്നിട്ടും നിലംപരിചയാകാതെ ഇരുന്നതിന്റെ കാരണം
തകർന്നു പോകാഞ്ഞതിന്റെ കാരണം പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു നല്ല മധ്യസ്ഥനുണ്ട്. അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. മൂന്നാമത്, യേശു ക്രിസ്തു രാജാതിരാജാവാണ്. ഒരു രാജാവിന്റെ ജോലി എന്നാന്ന് പറയാമോ? വാട്ട് ഈസ് ദ റോൾ ഓഫ് എ കിങ്? ഒരു രാജാവിന്റെ ജോലി എന്നാ? പ്രജകളുടെ സ്വത്തിന്റെയും ജീവന്റെയും സമ്പത്തിന്റെയും ഒക്കെ സംരക്ഷിക്കുന്നവർ. മെയിൻ ജോലി ഭരണം നടത്തുക എന്നുള്ളതാണ്. അതിനകത്ത് വരുന്നതാണ് നമ്മുടെ സുജിൻ പറഞ്ഞ കാര്യം. എന്താണ് ഭരണം നടത്തുക? നമ്മളെ ഭരിക്കുന്നത് ആരാന്ന് പറയാമോ? നമ്മളെ ആരാ ഭരിക്കുന്നേ? നമ്മുടെ രാഷ്ട്രത്തെ ഭരിക്കുന്ന മന്ത്രി. നമ്മളെ ഭരിക്കുന്നത് ദൈവമാണ്. രാമൻ പറയാമോ? ആമേൻ. സ്തോത്രം. നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ലോകത്തിലെ ഭരണാധികാരികളൊക്കെ നമ്മളെ അവഗണിച്ചാലും നമ്മളെ അവഗണിക്കാതെ നമ്മളെ നയിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു നല്ല രാജാവ് ഉയരത്തിലുണ്ട്. അതത്ര ശ്രേഷ്ഠമല്ലേ? ആമേൻ. അന്നേരം നമുക്ക് വേണ്ടി ആലോചന പറഞ്ഞു തരുന്ന ഒരു പ്രവാചകൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന പ്രവാചകൻ, നമ്മളെ വഴി നടത്തുന്ന പ്രവാചകൻ. വഴി നടത്തുന്നോ, എന്നെ വഴി നടത്തുന്നോ. ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ ലോകയാത്രയിൽ താളടിയാകാതെ എന്നെ വഴി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നമ്മളിപ്പോൾ 14 ഉപവിഭാഗങ്ങളുടെ ഹെഡിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചില ചിന്തകൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. 5ാമത് പരിശുദ്ധാത്മശാസ്ത്രം, ന്യൂമറ്റോളജി. ഈ പരിശുദ്ധാത്മശാസ്ത്രത്തിൽ ന്യൂമറ്റോളജിയുടെ സ്പെല്ലിംഗ് വേണമെങ്കിൽ എഴുതിക്കോ, തെറ്റാതെ PNEUMATOLOGY. ന്യൂമറ്റോളജി. പി സൈലന്റ് ആണ്. പേഴ്സണാലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം. ജീസസ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം അംഗീകരിക്കാത്ത ധാരാളം ആളുകൾ ഇന്ന് ആത്മീയ മണ്ഡലത്തിലുണ്ട്. പരിശുദ്ധാത്മാവിനെ കേവലം ശക്തിയായിട്ടും കേവലം കാറ്റായിട്ടും ഒക്കെ അതിസംബോധന ചെയ്യുന്നവരുണ്ട്. നമ്മള് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവം. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ശുശ്രൂഷയിൽ ഇരുന്നപ്പോ ഞങ്ങളുടെ ആരാധനാലയത്തിന്റെ തൊട്ടു താഴെ 80-ലധികം വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായമുണ്ടെങ്കിൽ നല്ല ആരോഗ്യവാനാണ്. അന്നേരം അദ്ദേഹം ഒരിക്കൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് വന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം യഹോവ സാക്ഷിക്കാരനാണെന്ന് മനസ്സിലായി. യഹോവ സാക്ഷിക്കാര് ഒരിക്കലും ക്രിസ്ത്യാനികളെ അല്ല. അതാദ്യം നമ്മൾ പഠിക്കണം. യഹോവ സാക്ഷിക്കാർക്ക് നമ്മുടെ ബൈബിളും ഇല്ല. നമ്മുടെ വീട്ടിൽ നമ്മളെ കളിപ്പിക്കാൻ നമ്മുടെ ബൈബിളുമായിട്ട് വരുന്നതേ ഉള്ളൂ. അവർ നമ്മുടെ ബൈബിൾ ഫോളോ ചെയ്യത്തില്ല ഒരിക്കലും. അവർക്ക് അവരുടെ ബൈബിളാണ്. അന്നേരം ഈ അപ്പച്ചന്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവ് കാറ്റാന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്, കേവലം ഒരു ശക്തിയാണ്. അന്നേരം ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന് ബൈബിളിൽ തെളിയിച്ചാൽ അപ്പച്ചൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുമോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ വരുന്നു. ഒരു 4-5 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു.
ഞാൻ പറഞ്ഞു, വ്യക്തിത്വമില്ലാത്ത ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? വ്യക്തിത്വമില്ലാത്ത ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? പറ. ഇല്ല ഇല്ല. ഇല്ല. അവൻ പരിശുദ്ധാത്മാവ് സഭയിൽ അധ്യക്ഷന്മാരെ ആക്കി വെക്കുന്നു, അല്ലേ? അപ്പോസ്തലപ്രവൃത്തികൾ 20 വായിക്കുന്നുണ്ട്. അന്നേരം നിയമനം പരിശുദ്ധാത്മാവ് ചെയ്യുന്നു, നിയമനം. രണ്ടാമതായി ഞാൻ ചോദിച്ചു, വ്യക്തിത്വമില്ലാത്ത ഒരാൾ കാര്യസ്ഥൻ എന്ന് വിളിക്കുവോ? നമ്മളിപ്പം അമേരിക്കയിലോ ജർമ്മനിയിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്താൻ ഒരാളെ ഏൽപ്പിക്കും, അദ്ദേഹം കാര്യസ്ഥനാണ്. കാര്യസ്ഥന് വ്യക്തിത്വം വേണ്ടേ? വ്യക്തിത്വമില്ലാത്ത ഒരു കാറ്റിനെ അല്ലെങ്കിൽ ഏതൊരു ശക്തിയെ ഏൽപ്പിച്ചിരിക്കാൻ പറ്റൂ? പരിശുദ്ധാത്മാവിനെ ടീച്ചർ എന്നാണ് സംബോധന ചെയ്യുന്നത്. അധ്യാപകനാണ്, അധ്യാപന വ്യക്തിത്വമുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഉദാഹരണം 3-4 പറഞ്ഞേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന് ആളത്വം ഉണ്ടെന്നുള്ളതിൽ ഒരുപാട് വചനങ്ങളുണ്ട്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വിലക്കും, പരിശുദ്ധാത്മാവ് പോരുത് സംസാരിക്കും. ഇതെല്ലാം ദൈവത്തിന്റെ പരിപാടിയാണ്, പരിശുദ്ധാത്മാവിന്റെ പരിപാടിയാണ്. അന്നേരം ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ അത് തറയ്ക്കുകയും ആ പ്രായമുള്ള മനുഷ്യൻ യഹോവ സാക്ഷി വിട്ടിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരികയും ചെയ്തു. അന്നേരം പരിശുദ്ധാത്മാവിന് വ്യക്തിത്വം ഉണ്ടെന്ന് വചനപ്രകാരം പഠിച്ചത് കൊണ്ടാണ് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോകും. അതുകൊണ്ട് ദൈവവചനം പഠിച്ചേ ഒക്കത്തുള്ളൂ. ദൈവവചനം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നിശ്ചയമായി നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഒക്കെ തിരുവചനം പല ദൈവാസന്മാർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗീഗോൺ തിയോളജിക്കൽ സെമിനാരി ഉള്ള കാലത്തോളം നിങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അടുത്തത് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. ആത്മാവിന്റെ ഫലമുണ്ട്, ആത്മാവിന്റെ വരങ്ങളുണ്ട്. ഫലങ്ങളും വരങ്ങളും ഇത് രണ്ടും പരിശുദ്ധാത്മാവിനുണ്ട്. നമ്മോടുള്ള ബന്ധത്തിലാണ് കേട്ടോ. നിങ്ങൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായവും 14-ാം അധ്യായവും ഒക്കെ വായിച്ചാൽ മതി. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് പിന്നെ നാളെ പഠിക്കാം. പിന്നെ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ഒരു പാപിയുടെ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് ആ മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ദൈവജന സുവിശേഷം ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആ സുവിശേഷം ആ മനുഷ്യന്റെ ഉള്ളിൽ ക്രിയ ചെയ്യണമെങ്കിൽ, ലുദിയായുടെ ഹൃദയം വചനം കേൾക്കാൻ ദൈവം തുറന്നതുപോലെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണം. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് വിവിധ പേരുകളുണ്ട്. അഡ്വക്കേറ്റ് എന്നും ആശ്വാസപ്രദനെന്നും അതെ, ടീച്ചർ, ഇങ്ങനെ ഒത്തിരി പേരുകളുണ്ട്. അതൊക്കെ പിന്നെ പഠിക്കാം. ഞാൻ മുന്നേ ഹെഡിങ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. പിന്നെ അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാ? ടു സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കുക എന്ന. പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനമുണ്ട്, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണമുണ്ട്,
പരിശുദ്ധാത്മാവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. എവിഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ തെളിവുകൾ, ആത്മാവിന്റെ തെളിവുകൾ. ചിലരൊക്കെ പറയുന്ന പോലെ ഇന്ന് ആത്മാവൊന്നുമില്ല, കൃപാവരങ്ങളൊന്നുമില്ല, ഇന്ന് പ്രവചനമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രയോ തെളിവുകൾ നമുക്കുണ്ട്. നമ്മുടെ അനുഭവമല്ലേ അത്. തൃത്വത്തിൽ ഒരുവനാണ് പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. തുല്യതയുള്ള ഏകത്വം, അത് ചെറിയ കാര്യമല്ല. അടുത്തത് പ്രപഞ്ചോൽപത്തി, കോസ്മോളജി എന്ന് പറയും. പ്രപഞ്ചോൽപത്തി ശാസ്ത്രം, ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാനുള്ളതായ ശാസ്ത്രം. എന്തിനാ അത് വെച്ചേക്കുന്നേ? ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വിസിബിൾ തിങ്സ് ഉണ്ട്, ഇൻവിസിബിൾ തിങ്സ് ഉണ്ട്. കാണുന്ന കാര്യങ്ങളുണ്ട്, കാണാത്ത കാര്യങ്ങളുണ്ട്. ബൈബിൾ വെച്ച് ഇതിനെ പഠിക്കണം, ഇതിനെയൊക്കെ. അന്നേരം ബൈബിളിന്റെ സത്യസന്ധത കാട്ടുവാൻ വേണ്ടിയാണ് ഈ കോസ്മോളജി നമ്മൾ പഠിക്കുന്നത്. ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് ശാസ്ത്രത്തോട് ചോദിച്ചാൽ വ്യക്തതയില്ല. മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് പിന്നെ ജീവശാസ്ത്രത്തിന്റെ തലവനോട് ചോദിച്ചാലൊന്നും പറയാൻ പറ്റത്തില്ല. ബൈബിളിൽ നിന്നെല്ലാം കൃത്യമായ ആൻസർ തരും. ആകാശം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഭൂമി എങ്ങനെ ഉണ്ടായി, സമുദ്രം എങ്ങനെ ഉണ്ടായി, ഭാഷകൾ എങ്ങനെ ഉണ്ടായി, സമൂഹം എങ്ങനെ ഉണ്ടായി, ഇതിനെല്ലാം കൃത്യമായി സങ്കല്പങ്ങളെ. ബൈബിളിൽ സങ്കല്പങ്ങളില്ല. മറ്റ് പുരാതന മത ബുക്കുകളിലൊക്കെ സങ്കല്പങ്ങളാണ്. ബൈബിളിൽ ഇമാജിനേഷൻസ് ഇല്ല. നോ ഐഡിയാസ് ആൻഡ് ഇമാജിനേഷൻ സ്പെക്കുലേഷൻസ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിളിൽ അതില്ല. പിന്നെ നമ്മുടെ ജീവനെ കുറിച്ചും പുരാതന ആളുകളെ കുറിച്ചും ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും ഗാലക്സിയെ കുറിച്ചും ഒക്കെ ദൈവശാസ്ത്രപരമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ അറിവുകൾ ലഭിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. മനസ്സിലായോ? പിന്നെ മറ്റൊന്നാണ് ഏഞ്ചലോളജി, ദൂതശാസ്ത്രം. ദൂതന്മാരുടെ സൃഷ്ടിപ്പ്, അവരുടെ നിരകൾ, ആത്മസ്വഭാവങ്ങൾ, ശുശ്രൂഷകൾ, നിയമനങ്ങൾ, ഇവിടെ പേരുകൾ, ഇതൊക്കെ ദൂതശാസ്ത്രത്തിൽ പഠിക്കാൻ പറ്റും. ദൂതന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? ദൂതന്മാര് കേട്ടിട്ടുണ്ട്. ഉണ്ട്. സ്വർഗത്തിലെ ദൂതന്മാരുടെ പേരുകൾ അറിയാവോ? ചില മനുഷ്യരെ ദൂതന്മാരെന്ന് പറയാറുണ്ട്, മെസ്സഞ്ചർ. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഏഞ്ചൽസ്, ദൂതന്മാർ. ഗബ്രിയേൽ, മീകായേൽ. ഈ ഭൂമിയിലെ പല വകുപ്പുകളുണ്ട്. ആഭ്യന്തര വകുപ്പ്, ജലസേചന വകുപ്പ്, പിന്നെ ഏതൊക്കെ വകുപ്പാ? സാമൂഹ്യ ക്ഷേമ വകുപ്പ്, പിന്നെ വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്. അതെ, ഇങ്ങനെ ഒരുപാട് വകുപ്പുകളുണ്ട്. അതുപോലെ സ്വർഗത്തിലും വകുപ്പുകളുണ്ട്. ഗബ്രിയേൽ ദൂതന്റെ വകുപ്പ് എന്നാ? ഗബ്രിയേൽ ദൂതന്റെ മെസ്സേജ് കൊടുക്കുക. അന്നേരം മെസ്സേജ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മോഡേൺ ഐഡിയയിൽ പറഞ്ഞാല് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്നു ആര്? ഗബ്രിയേൽ. ദൂതറിയിക്കുക. സക്കറാവിന്റെ അടുക്കൽ വരുന്നു, മറിയയുടെ അടുക്കൽ വരുന്നു, എല്ലായിടത്തും ദൂതറിയിക്കാൻ വരുന്നതാണ്. മനസ്സിലായോ? അന്നേരം
ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവനാ. ഇനി വേറെ ദൂതന്റെ പേര് പറ. ഗബ്രിയേൽ പറഞ്ഞു കഴിഞ്ഞു. മീഖായേൽ. മീഖായേൽ. അന്നേരം മീഖായേലിന്റെ ജോലി എന്നാ? മീഖായേലിന്റെ ജോലി യുദ്ധം യുദ്ധം നടത്തുക. അന്നേരം ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ യുദ്ധത്തലവനാ. പ്രതിരോധ വകുപ്പ്. അതെ, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ വേറൊരു തലവൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ സ്ഥാനത്ത് ഇല്ല. ചിലപ്പം മന്ത്രി, ചിലപ്പോൾ മുഖ്യമന്ത്രി ആണെങ്കിൽ ചിലരെയൊക്കെ നീക്കത്തില്ലേ, പ്രധാനമന്ത്രി ചില മന്ത്രിമാരെയൊക്കെ നീക്കിക്കളയും, തെറ്റ് കാണിക്കും എന്ന് പറഞ്ഞ വേറെ വകുപ്പുണ്ടായിരുന്നു. മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഒരു ഗവൺമെന്റിൽ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല, പക്ഷെ സ്വർഗത്തിൽ അതുണ്ടായിരുന്നു. ദൈവം എപ്പോഴും സംഗീതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുമായിരുന്നു, അല്ലേ? അതായത് മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്നു ആരെ? ലൂസിഫർ. ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞ പിശാചെന്നല്ല, വെളിച്ചത്തിന്റെ മകനെന്നാ. അരുണോദയ പുത്രനായ ശുക്ര. അന്നേരം അദ്ദേഹം നമ്മൾ പഠിക്കുമ്പം ദൈവം വളരെ ശക്തമായി പഠിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഭൂമിയിലെ ആദ്യത്തെ പാപം മനുഷ്യനിലുണ്ടായെങ്കിൽ പ്രപഞ്ചത്തിലെ ആദ്യത്തെ പാപം ഉണ്ടാകുന്നത് ലൂസിഫറിലാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഞാൻ ദൈവത്തിന്റെ മീതെ കയറും, അത്യുന്നതനായ ദൈവത്തിന്റെ മീതെ സിംഹാസനം വെക്കും. ആ അഹങ്കാരം, ആ നിഗളം, ആ ചിന്ത വന്നപ്പോഴേ എന്ത് ചെയ്തു? പുള്ളിക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. ദൈവം വെട്ടി താഴെയിട്ടു. ഒരു കാര്യം കൂടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഞാനിപ്പോ ദൂതന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ വചനം പഠിക്കുകയാണല്ലോ, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയിലും, ഏത് ഓഫീസിലും, ഏത് ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ വിശ്വസ്തയായിട്ട് നിന്നില്ലെങ്കിൽ ദൈവം നമ്മളെ തലസ്ഥാനത്തും നീക്കിക്കളയും. ദൈവം നീക്കിക്കളഞ്ഞ ഒരുപാട് പേര് ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. അവരും പ്രസംഗിക്കുന്നുണ്ട്, അവരും പാട്ട് പാടുന്നുണ്ട്, അവരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തിനറിയാം, അവർക്കും അറിയാം അവർ ദൈവസ്ഥലം തള്ളപ്പെട്ടാണ്. അതറിയാവോ? ദൈവം നീക്കിയ ആളുകൾക്ക് തന്നെ വ്യക്തമായ ബോധ്യമുണ്ട്, എന്നെ ദൈവസ്ഥനിൽ നിന്ന് ദൈവം മാറ്റിയതാണ്. എങ്കിലും എന്ത് ചെയ്യാം, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുപാട്ടൊക്കെ സഞ്ചരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഗിയോൺ തിയോളജിക്കൽ സെമിനാരി പഠിക്കുന്ന ഒരൊറ്റ ആള് പോലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് വ്യതിചലിച്ചു പോകല്ലേ. നമുക്ക് ഒരിക്കലും മനുഷ്യരെ നന്നാക്കിയിട്ടോ സംഘടനകളെ നന്നാക്കിയിട്ടോ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ഇതെല്ലാം ഈ ലോകത്തിലുള്ള. പക്ഷെ അതിന്റെ നടുവിൽ നമ്മൾ ജീവിതം പ്രൂവ് ചെയ്ത് കാണിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു യൂദ, 12 പേരുടെ കൂട്ടത്തിൽ ഒരു യൂദ ഉണ്ടായിരുന്നു. എന്നാൽ ആ യൂദ പിഴച്ചു പോയത് കൊണ്ട് യൂദയെ നോക്കി യോഹന്നാൻ പോയില്ല, യൂദയെ നോക്കി ഫിലിപ്പോസ് പോയില്ല. മനസ്സിലായോ? രക്ഷ എപ്പോഴും വ്യക്തിപരമാണ്. ഇന്നിപ്പോ എത്ര യൂദമാർ നമ്മുടെയൊക്കെ കൂട്ടായ്മകൾ എവിടെയൊക്കെ കാണും. ആ യൂദ ഉള്ളിടത്ത് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ജീവിതം പോയി. മനസ്സിലായോ? വളരെ പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മളെ ദൈവം ആക്കിയെടുത്ത് നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. മനസ്സിലായോ? ഇനിയും ഏദൻ തോട്ടത്തിൽ ദൈവം കെരൂബുകളെ ആക്കി. ദൂതന്മാരുടെ ഏഞ്ചലോളജി പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പല ദൂതന്മാരുടെ പേരുകളും ഒക്കെ ഉണ്ട്. അന്നേരം സ്വന്തം വാസസ്ഥലം ഏദൻ തോട്ടം കാപ്പാൻ ദൈവം കെരൂബുകളെ ആക്കി.
ആദമിനെ ഹൗവയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം. പക്ഷെ അവരെന്ത് ചെയ്തില്ല? ആ തോട്ടം അവർ കാത്തില്ല. അതുകൊണ്ട് അവരെ എന്നേക്കും ചങ്ങലയിട്ട് അന്ധതമസിലാക്കിയിരിക്കുക. അന്നേരം പാപം ചെയ്ത ദൂതന്മാരെ രണ്ടായി പഠിക്കണം. ഒന്ന്, ലൂസിഫറിന്റെ പാപം. രണ്ട്, ഏദൻ തോട്ടത്തിൽ വാഴ്ച ദൈവമാക്കി കെരൂബുകളുടെ തെറ്റ്. ആ കെരൂബുകളെ എന്ത് ചെയ്തിരിക്കുക? ഇപ്പോൾ ചങ്ങലയിട്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്തവരെ അവർക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാൽ ലൂസിഫറിന്റെ അനുയായികൾക്ക് ഇന്നും ഫ്രീഡം ഉണ്ട്. അവരെ ബന്ധിക്കാൻ പോകുന്നതേ ഉള്ളൂ ദൈവം. ഓക്കെ, നമ്മുടെ ഏഞ്ചലോളജി പഠിച്ചിരുന്നു അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഭൂതശാസ്ത്രം, ഡീമോളജി. ഭൂതശാസ്ത്രം അതും പഠിക്കാനുണ്ട് നമുക്ക്. സാത്താന്റെ ഉത്ഭവം, സാത്താന്റെ ആളത്വം, സാത്താന്റെ സംഘടിത ശക്തികൾ. സാറേ, ഡിമോളജിയുടെ സ്പെല്ലിംഗ് എന്ന് പറയാമോ? പിന്നെ DEMOLOGY, ഡിമോളജി. DEMOLOGY. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ സ്പെല്ലിങ്ങോ അല്ലെ എന്തെങ്കിലും അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഞാനത് സമയം മനസ്സിലായോ? നിങ്ങൾ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മുടെ സെമിനാരി മറ്റുള്ള സെമിനാരിയെ പോലെയല്ല. പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. കർത്താവിന്റെ വേല നന്നായി ചെയ്യണം. ആരും തെറ്റ് പ്രസംഗിക്കല്ല, തെറ്റ് പഠിപ്പിക്കല്ല, തെറ്റ് പറയില്ല. അതിനുവേണ്ടിയാണ് നമ്മുടെ സെമിനാരി നിലകൊള്ളുന്നത്. മനസ്സിലായോ? ആ കെരൂബുകളുടെ പാപം എന്ന് പറയുന്നത് അത് ഏത് വിധത്തിൽ അത് കാക്കാതിരുന്നത്? അതൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പോയിട്ട് അത് ഏഞ്ചലോളജി നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു സ്പെഷ്യൽ ക്ലാസ് അതിന് വേണ്ടി എടുക്കാം. അതുകൊണ്ട് പറയും അത് പോയാൽ കഴിഞ്ഞാൽ എന്റെ വിഷയം തീരത്തില്ല. കെരൂബുകളുടെ പാപം എന്ന് പറഞ്ഞാൽ സ്വന്തം വാസസ്ഥലം പോവാതെ കാത്തുകൊള്ളാതെ എന്ത് ചെയ്തു? അന്യജഡം മോഹിച്ചു. അന്യജഡം മോഹിച്ചെന്ന് എഴുതിയേക്കുന്നേ. പത്രോസിന്റെ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും എല്ലാം അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്യജഡം മോഹിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ആ കാലത്ത് ദൈവത്തിന്റെ പുത്രന്മാർ പിന്നെ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തനിക്ക് ബോധിച്ചവര് ഭാര്യമാരായി തെരഞ്ഞെടുത്തു. അവർക്കുണ്ടായ പിള്ളേരുടെ പേര് അവിടെ ഇരിക്കുന്ന രാക്ഷസന്മാരെന്ന ഗായണ്ടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദൂതന്മാർ അങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്നിട്ട് ഒന്നാം തരം ബീഫ് അടിച്ച് അപ്പം തിന്നിട്ട് പോയി, വെള്ളം കുടിച്ച് പോയില്ലേ? സുജനെ ഒന്ന് പറ. അതെ. ആ, ദൂതന്മാർക്ക് ഭക്ഷണവും കഴിക്കാൻ. അത് ഒരു കാര്യം, ദൂതന്മാർക്ക് ഏത് വേഷം എടുക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ദൈവം അവർക്ക് കൊടുത്തൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അത് അവരെന്ത് ചെയ്തു? ആ സ്ഥാനത്തൊന്ന് മാറിപ്പോയി. പോട്ടെ, അത് വേറൊരു വിഷയമാണ്. നമ്മളിപ്പോ അത്രയും കേറുന്നില്ല. അത് പിന്നെ ഏഞ്ചലോളജി പഠിക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ചിരിക്കും. സ്തോത്രം. പലരും പല നിലകളിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അതുപോലുള്ള കാര്യം അല്ലെങ്കിൽ ഞാൻ ഇവരോട് ചോദിക്കും. അത് ദൂതന്മാരല്ലേ പിന്നെ അന്യജഡം മോഹിച്ച് നടന്നു. എന്നിട്ട് അവിടെ സോദോം ഗോമോറയിലെ പാപവും അതും കൂടാണ് കമ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. പത്രോസും പിന്നെ യൂദയും അല്ലേ? സോദോം ഗോമോറ അതും കൂടെ അതെന്ത് ചെയ്യാ? ഇന്റർലിങ്ക് ആക്കി വെച്ചിരിക്കുക. അത് നമ്മൾ പഠിക്കണം. അത് നമുക്ക് പഠിക്കാം. ആരും പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കാം. പിന്നെ അടുത്തത് ഭൂതശാസ്ത്രം. സാത്താന്റെ ഉത്ഭവം, ആളത്വം, സംഘടിത ശക്തികൾ, പിശാചികൾ, അധർമ്മമൂർത്തി, കള്ളപ്രവാചകൻ, ഇവരുടെ പ്രവർത്തനങ്ങൾ,
അവരുടെ മേൽ വരുന്ന ന്യായവിധി, ഇവയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രം. ഇതാണ് ഭൂതശാസ്ത്രം. പോയിന്റുകൾ ഒന്നുകൂടെ പറയണേ. സാത്താന്റെ ഉത്ഭവം, ആളത്വം, സംഘടിത ശക്തികൾ. ഗദർദേശത്തെ ഭൂതഗ്രസ്തന്റെ മേൽ എത്ര ഭൂതം ഉണ്ടായിരുന്നു? ലഗ്യോൻ അല്ലേ? 6000. 6000. സംഘടിത ശക്തി, സംഘടിച്ചു വരും. സംഘടിത ശക്തി. പിന്നെ പിശാചികൾ, അധർമ്മമൂർത്തി, കള്ളപ്രവാചകൻ, ഇവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ മേൽ വരുന്ന ന്യായവിധി, ഇവയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രം. അടുത്തത് മനുഷ്യശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി. മനുഷ്യശാസ്ത്രം, നരവംശശാസ്ത്രം എന്നും പറയാം. ANTHROPOLOGY, ആന്ത്രോപോളജി. ANTHROPOLOGY. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിപ്പായിരുന്നു മനുഷ്യന്റെ. മനുഷ്യനായിരുന്നു ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠം. മനുഷ്യനില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ള സൃഷ്ടിപ്പ് കൊണ്ട് പ്രയോജനമില്ല. ഈ ഭൂമിയെ, സമുദ്രത്തെ, നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കി മനുഷ്യനില്ലെങ്കിൽ എന്നാ ഗുണം? ഈ ലോകത്ത് ഇത്രയും വികസനങ്ങൾ വരാനുള്ള കാരണം എന്താ? കന്നുകാലികളും ആനയും പുലിയും ഉള്ളതുകൊണ്ടാണോ? മനുഷ്യനുള്ളത് കൊണ്ടാ. എന്താണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യന് മനനം ചെയ്യാൻ കഴിയും, ചിന്തിക്കാൻ മനുഷ്യന് ആത്മാവുണ്ട്. ജീവജാലങ്ങൾ അതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റ് ഇതര ജീവജാലങ്ങൾക്കൊന്നും ആത്മാവില്ല. മനുഷ്യൻ മരിച്ചു പോകുന്നെന്നാ പറയുന്നത്. എന്നാൽ മറ്റുള്ള ജീവജാലങ്ങൾ ചത്തുപോയെന്നാ. പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ട് അവർ പറയും പട്ടി മരിച്ചുപോയി, പൂച്ച മരിച്ചുപോയി എന്നൊക്കെ പറയും. തെറ്റാണത്. ആത്മാവില്ലാത്ത ജീവജാലങ്ങൾ ചത്തുപോയെന്നേ പറയാവൂ. മരണം മനുഷ്യന് മാത്രമാണുള്ളത്. അന്നേരം അത് ഞാൻ പറയട്ടെ, നിങ്ങൾ ലോകത്തിന്റെ എവിടെ നോക്കിയാലും തേനീച്ചക്കൂട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? വണ്ടർഫുൾ. നല്ല തേനൊക്കെ കിട്ടുവാണെങ്കിൽ കൊണ്ടുതരണേ. ഓക്കെ, ദൈവാനുഗ്രഹിക്കട്ടെ. അന്നേരം ലോകത്തിൽ എവിടെയുള്ള തേനീച്ചയും പിന്നെ അതിന്റെ കൂട് കെട്ടുന്നത് ഒരേ സ്ട്രക്ചറിലാണ്. ഒരു മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല. ഇന്ത്യയിലെ പൂവൻകോഴി കൂകും, അമേരിക്കയിലെ പൂവൻകോഴി കൂകും. മാറ്റങ്ങളൊന്നുമില്ല. കാക്ക കൂട് കെട്ടുന്നത് എല്ലായിടത്തും ഒരുപോലെ. ഏത് ജീവജാലങ്ങളെ നോക്കിക്കേ, അതെല്ലാം ഒരേ കാര്യങ്ങളാ. കുരുവി കൂടുണ്ടാക്കുന്നത് അത് അങ്ങനെ തന്നെയാ, വ്യത്യാസമൊന്നുമില്ല. അതെല്ലാം ചെയ്യും, നല്ല ആർട്ടിഫിഷ്യലായിട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വേറെ ഒന്ന് ഇന്ന് തീരുമാനിക്കുക. കാക്ക തീരുമാനിച്ചു ഇനി മുതൽ ഞാൻ കളിമണ്ണ് വെച്ചൊരു കൂടുണ്ടാക്കാം എന്ന് കാക്ക തീരുമാനിച്ചിട്ടുണ്ടോ? കഴിയത്തില്ല. പണ്ട് മുതൽ ദൈവം സൃഷ്ടിച്ചത് മുതൽ ഇന്നു വരെ കാലങ്ങളെല്ലാം മാറിയെങ്കിൽ ആ സിസ്റ്റം മാത്രമേ ഈ ഇടജാതിയും പറവകളും മൃഗങ്ങളും പിന്തുടരുന്നുള്ളൂ.
ഏതെങ്കിലും ഒരു കൊരങ്ങൻ ഒരു 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 ഡ്രസ്സ് ധരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. മനസ്സിലായോ? ഇപ്പൊ ധരിപ്പിക്കുന്നുണ്ട്. അത് വേറെ, അത് നമുക്ക് ആനയെ വേണമെങ്കിൽ ഇടിപ്പിക്കാമല്ലോ. ഏതിനെ ഇടിപ്പിക്കാം, അത് വേറെ. സ്വന്തമായിട്ട് ഏതെങ്കിലും കാള സമായത്തിന് വന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കൊരങ്ങൻ എന്നാ ഇന്ന് സമായത്തിന് പോയേക്കാം, വരത്തില്ല. മനസ്സിലായോ? മനുഷ്യന് മാത്രമേ എന്തുള്ളൂ? ആത്മാവുള്ളൂ. ഈ ലോകം ഇത്രയും പുരോഗമിക്കാനുള്ള ഏക കാരണം മറ്റ് ജീവജാലങ്ങളും ദൈവം മനുഷ്യനെ വ്യത്യസ്തമായി സൃഷ്ടിച്ചു. അവന്റെ ആത്മാവ് അവനിലുണ്ട്. പണ്ട് ശിലായുഗത്തിൽ മനുഷ്യൻ താമസിച്ചു, കാലങ്ങൾ അങ്ങോട്ട് മാറി. പിന്നെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ അവർ താമസിച്ചു. നമ്മുടെ അറിയാവുന്ന ഭാഷയെ പറഞ്ഞാൽ പിന്നെ ഓലപ്പുരയിൽ താമസിച്ചു, അത് പറ്റത്തില്ലെന്ന് അവർ മനസ്സിലാക്കി. പിന്നെ ഓടിട്ട വീട്ടിൽ താമസിച്ചു, പിന്നെ ആസ്ബറ്റോസ് ഇട്ട വീട്ടിൽ താമസിച്ചു, പിന്നെ വാർക്ക വീടായി, അല്ലേ? ആദ്യം മനുഷ്യൻ നടന്നു, പിന്നെ ഒട്ടകപ്പുറത്ത്, കഴുതപ്പുറത്ത്, ഇതിലൊക്കെ കുതിരപ്പുറത്തൊക്കെ സഞ്ചരിച്ചു, പിന്നെ കാളവണ്ടിയായി, പിന്നെ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇന്ന് മനുഷ്യൻ ബഹിരാകാശത്ത് വരെ സഞ്ചരിക്കുകയാണ്. കാരണം ആത്മാവുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? അതാണ് മനുഷ്യന്റെ വ്യത്യാസം. മനസ്സിലായോ? മനുഷ്യന് ആത്മാവുണ്ട്, വിവേകമുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക് തരികയാണ്. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വരണം. ഒരു 5 മിനിറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു.